എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു സ്നാക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 1 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റവയ്ക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവണം. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ കണ്ടോ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം ഞാൻ ദാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ തൊടാവുന്ന ചൂടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചൂടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ ട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ കണ്ടോ നമുക്ക് ദാ ഈ ഒരു ഷേപ്പിലാണ് ട്ടോ കിട്ടുക. അപ്പോൾ ഇതിനിനി എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവെല്ലാം ഞാൻ ദാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ട് വരുമ്പോൾ ഇതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ലേ ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തുമ്മേ ടച്ച് ചെയ്യാതെ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ റവയല്ലേ ഇത് കുക്കായിട്ട് വരുമ്പോൾ രണ്ടും കൂടെ ജോയിന്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തോളൂ ട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ട് തന്നെ സ്റ്റീമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ചൂട് പോയതിന് ശേഷം ഞാൻ എല്ലാം ദേ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം.
ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ സ്നാക്ക് റെഡിയാക്കിയപ്പോൾ അതിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് ആണ് ട്ടോ. ഞാനപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ദാ ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്നാക്കില്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ദേ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കണ്ടോ നമ്മുടെ സ്നാക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.